സൂര്യ കോമഡിയുടെ എല്ലാ പ്രേക്ഷകർക്കും കുക്കോ കുക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ കലവറയിലോട്ട് നോക്കുന്ന സമയത്ത് കുറേ അധികം ഇൻഗ്രീഡിയൻസ് ഉണ്ട്. കഴിഞ്ഞ കുറച്ച് എപ്പിസോഡ് നിങ്ങൾക്ക് അറിയാലോ, വളരെ ഫ്യൂ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് ഞാൻ നോക്കിയപ്പം ഓൾമോസ്റ്റ് മസാലകൾ നമുക്ക് വിടാം. കാരണം ഷെഫിന്റെ കാര്യം ആയതുകൊണ്ട് ഇവിടെ മസാലകൾക്കൊരു പ്രാധാന്യം ഇല്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അല്ലാണ്ട് കുറേ അധികം ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമ്മൾ മുട്ടയുണ്ട്, ചീസുണ്ട്, ബട്ടറുണ്ട്, റവയുണ്ട്, ഗീ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പം ഇന്ന് നമ്മൾ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് അറിയണമെങ്കിൽ നമുക്കായി നമ്മുടെ ഷെഫിനെ ഇൻവൈറ്റ് ചെയ്യണം. സോ ലെറ്റ്സ് ഇൻവൈറ്റ് നമ്മുടെ ഷോയിന്റെ ഓൾ ഇൻ ഓൾ ആയിട്ടുള്ള നമ്മുടെ മാജിക് ഷെഫ് ടു ദ ഷോ. ലെറ്റ്സ് ഇൻവൈറ്റ് ഷെഫ് നാളെ. തുടങ്ങാം. അപ്പൊ നമുക്ക് അതെ, റവ കണ്ടപ്പോ എനിക്ക് ചെറിയൊരു റവ വെച്ച് എനിക്കറിയാവുന്ന ഒരു സാധനം എന്ന് പറയുന്നത് നേരത്തെ ഇങ്ങനെ ചെയ്യുന്നപ്പോ ഞാൻ ചോദിച്ചു കഴിക്കാനാണോ, അപ്പം റോസ്റ്റഡ് ആണോ? ഞാൻ അത് തന്നെയാ ചോദിച്ചത്. ഷെഫാണ് മാറ്റി പറഞ്ഞത്, ഞാൻ അതാ ചോദിച്ചത് കഴിക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്നതെന്ന്. റോസ്റ്റഡ് ആണ്. അപ്പൊ ഇത് കറക്റ്റ് അല്ലേ? വേറെ എന്തെങ്കിലും കലാകാരനെ വിളിക്കണം. കാരണം ഇത്രയും സംഭവങ്ങൾ ഇന്ന് നമ്മള് ചേട്ടനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പോവാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് കുക്കിംഗ് ചെറുതായിട്ടൊക്കെ കുക്ക് ചെയ്യുന്നൊക്കെയാ പറഞ്ഞത്. പക്ഷെ വന്ന അവസാനം നമ്മുടെ ഡിഷ് അടിപൊളിയായിട്ട്. അപ്പൊ നമുക്ക് ഇൻവൈറ്റ് ചെയ്താലോ? ഇൻവൈറ്റ് ചെയ്യാം. യെസ്, നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ ഫുൾ ഫണ്ണായിട്ട് നല്ല ഭയങ്കര പാവമായിട്ടുള്ള നമ്മള് നെക്സ്റ്റ് ഡോർ ബോയ് എന്ന് നമ്മളെ വീടിന്റെ തൊട്ട് അപ്പുറത്ത് താമസിക്കുന്ന ഒരു വ്യക്തിത്വം എന്ന് തോന്നിപ്പിക്കുന്നതല്ല, അങ്ങനത്തെ ഒരു വ്യക്തിത്വമാണ്. കഴിഞ്ഞ വർഷം നമ്മൾ വിളിച്ച പോലെ തന്നെ വിളിച്ചാലോ? നമ്മൾ ഷാജി പപ്പ എന്ന് വിളിക്കുന്ന പോലെ ലെറ്റ്സ് ഇൻവൈറ്റ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു. ഇപ്പൊ നമ്മൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്ന് ഇവിടെ ചോദിച്ചു കഴിഞ്ഞാൽ യൂഷ്വലി പറയേണ്ടത് കഴിക്കുക, കഴിപ്പിക്കാന്നാണ്. അതാണ് നമ്മുടെ ഷോ. അതെ, അത് ഷെഫിന്റെ ടാഗ് ലൈൻ ആണ്. നമ്മൾ പക്ഷെ കട എടുത്തു കുക്ക് കുക്ക്. കുഴപ്പമുണ്ടോ? കുഴപ്പമില്ലല്ലോ. നേരത്തെ തന്നെ പരിപാടി വലിയ പ്രതീക്ഷകളൊന്നുമില്ല. നല്ല ക്യാരറ്റ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഡിഷ് കുക്ക് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? വീട്ടിൽ പോയിട്ട് പറഞ്ഞോ? പിന്നെ വീട്ടുകാര് പറഞ്ഞു. അതെ, നമുക്ക് ഇന്ന് എന്താണ് കണ്ടിട്ട് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? ഒന്നും മനസ്സിലാവില്ല. കണ്ടിട്ട് ഒരു പിടിയാണ് ഉപ്പുമാവ്. അതെ, നമ്മൾ ഉപ്പുമാവാണ് പ്രീമിയം സ്റ്റൈലിൽ. അതായത് ഉപ്പുമാവ് ആക്ച്വലി ഉപ്പുമാവ് കഴിക്കാനായിട്ട് നമുക്കൊന്നും വേണ്ട, വെറുതെ അങ്ങനെ കഴിക്കാം അല്ലേ? ഇവിടെ നമ്മൾ ചീസി ഓംലെറ്റും ഉപ്പുമാവും കൂടെ കഴിക്കുന്നത്. ചീസി ഓംലെറ്റും ഉപ്പുമാവും രസമല്ലേ? ഇതിന്റെ വിഷയം എന്ന് പറയുന്നത് ഈ പാസ്ത ഇങ്ങനെയൊക്കെ പല ഡിഷുകൾ കേട്ടില്ലേ, അതിന്റെയൊക്കെ അതിന്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഇതിന് ഇച്ചിരി മെനക്കെടുന്ന പണിയാണ്. നമുക്ക് ക്യാരറ്റ് കട്ട് ചെയ്തു, പിന്നെയും കുഞ്ഞാക്കണം. സമ്മതിക്കൂല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും എല്ലാ രീതിയിലും നല്ല ഫാൻസി ആയിട്ടുള്ള ഡിഷാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഫാൻസ് എല്ലാം, മമ്മൂക്ക ഫാൻസ്, മോഹൻലാൽ ഫാൻസ്, എല്ലാ ഫാൻസും. അപ്പം അങ്ങനെ ഒരു കുറച്ചൊരു നമുക്ക് വേറെ വേറെ രീതിയിൽ മുറിക്കണ്ട. നമ്മൾ വെറുതെ ഇങ്ങനെ ഇതാക്കുന്ന ആദ്യം ഒരു ക്യാരറ്റ് എടുത്തിട്ട് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഷെഫ്. വ്യത്യസ്ത രീതിയിൽ അരിഞ്ഞിട്ട് നമ്മളെ തളർത്താൻ നോക്കുന്നുണ്ടെങ്കിലും നമ്മൾ തളരില്ല. പാപ്പന്റെ കൂടെ അല്ലേ? അതെ, ഒരിക്കലും തളരാൻ പോകുന്നില്ല. പാപ്പന്റെ പിള്ളേരല്ലേ? പാപ്പനെ ഞാൻ അന്വേഷിച്ചത് പറയണം. ഒരു ദിവസം പാപ്പനെ കൊണ്ടുവന്ന് നമുക്ക് കൊണ്ടുവരിപ്പിക്കാം. അന്ന് അംബ്രോസിയട്ടി കൊടുത്തു. ഇനി അടുത്ത എന്താണ് ഷെഫിന്റെ മനസ്സിലുള്ള ഫുഡ്? ഞാനിപ്പോ ഭഗത്തിനെ എങ്ങനെ ഷെഫാക്കാം ഇത് കണ്ടിട്ട് അടുത്തൊരു ഷെഫിന്റെ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ആൾക്കാർ വിളിക്കാൻ. ദിലീപേട്ടൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനൊക്കെ ഇരിക്കുമ്പോ കാണാൻ പറ്റും. ലിഫ്റ്റിൽ കൊടുക്കുന്ന സീനാണ് ഏറ്റവും മാസ്റ്റർ പീസ് സീൻ. തുടങ്ങാം. പിടിച്ചു റെഡി. നമുക്ക് അടുപ്പ് കത്തിക്കാം. അടുപ്പ് കത്തിച്ചു. ഇനി അടുപ്പ് കത്തിച്ച കണ്ടില്ല എന്ന് പറയരുത്. ഇവിടെ ഞാൻ വയ്ക്കുന്നു. എടുക്കുക. ഇങ്ങനെ സ്ലാൻഡിങ് ആയിട്ട് വേണം നമ്മള് മുറിക്കാൻ. കത്തിച്ചു
നമ്മൾ ഇതിനകത്തോട്ട് ശകലം നെയ്യ് കിട്ടോ ആദ്യം ഗീ ഇടട്ടെ. കണ്ണു കാണാത്ത ആളൊരു ഗീ ഇട്ടു. പിന്നെ ഞാൻ ഇടാനാ വേണ്ട അരി അരിയാനാ അരി ഇത് കഴിഞ്ഞു. അരിഞ്ഞു കഴിഞ്ഞു. ഉഴുന്നിട്ടു. നമ്മൾ അരിഞ്ഞതിന് ശേഷം കുറഞ്ഞു പോയാ ഇല്ല ഞാൻ പറഞ്ഞതാ. ഓക്കെ, കുരുമുളക് ഇടുന്നുണ്ട് ഇപ്പം. നമ്മളിട്ട സാധനങ്ങൾ ശ്രദ്ധിക്കുക, കുട്ടി പറയുന്നതായിരിക്കും. കത്തി അങ്ങോട്ട് മാറ്റി പിടിച്ചോണം, കത്തി അങ്ങനെ വെച്ച് സംസാരിക്കാൻ പാടില്ല. ഗീ ഇട്ടു, ആദ്യം ഉഴുന്നിട്ടു, പിന്നെ കുരുമുളക് ഇട്ടു. നമുക്ക് അത് കട്ട് ചെയ്ത് വെച്ചേക്കുന്നല്ലായിരുന്നോ? അല്ല ഷെഫ് ഇത് ഇങ്ങനെ വെട്ടി വെക്കുന്നത് അങ്ങനെ തന്നെയായിരുന്നു ഇരുന്നത് അല്ലായിരുന്നോ? അയ്യോ ഒന്ന് സോറി, അതങ്ങനെ മതിയാവുന്ന ഓർത്തു. ഇത് ഓണല്ല, എന്താ ഓണ ഓഫായി പോണേ. നമ്മള് ക്യാരറ്റ് ഒക്കെ കുറച്ച് അധികം ഇട്ടാൽ നന്നായിരിക്കും. ആദ്യം ഗീ ഇട്ടിട്ട് ഉഴുന്നിട്ടു, കുരുമുളക് ഇട്ടു, പിന്നെ കടുകിട്ടു. അതിന് ശേഷം പിന്നെ നമ്മൾ ഓൾറെഡി ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ചെറിയുള്ളിയും ക്യാരറ്റും മുളകും, ഇത്രയും സംഭവങ്ങളാണ് നമ്മൾ ആഡ് ചെയ്തേക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ആരും കാണാണ്ട് ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചോണ്ടൊക്കെ ഇടുന്നത്. കാഷ്യൂ ഇട്ടിട്ടുണ്ട്, കാഷ്യൂനട്ട് ഇട്ടു. അതിനുശേഷം നല്ല മണം വരുന്നുണ്ട്. ഗീന്റെ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മളതിനകത്ത് പ്രധാന ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് നല്ല ശുദ്ധമായ ബട്ടറാണ്. അടുത്തതാണ് നമ്മൾ ബട്ടറാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഹാഫ് ബട്ടർ, ഹാഫ് ബട്ടർ ആണ് നമ്മൾ ആഡ് ചെയ്തേക്കുന്നത്. വെള്ളം ഒഴിച്ചു. അതിന് ശേഷം പിന്നെ കറിവേപ്പില ആഡ് ചെയ്യാണ്. ആ വെള്ളം മൊത്തം ഒഴിച്ചു. പിന്നെ കറിവേപ്പില. അത് ആട് 3ന്റെ സെറ്റ് പോയ സമയത്ത് എന്തായിരുന്നു ഷെഫിന്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു? അത് ഞാനവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഒരു കംപ്ലീറ്റ് പാപ്പൻ ടീം അവിടെ ഉണ്ട്. എല്ലാരും മറ്റേ സിനിമയിലെ ഒരു ഫൈറ്റ് സീനാണ് ഒരാളെ അനുഭവിക്കുന്നതൊക്കെ കാണാം. അതെ അതെ, ചേട്ടനും ഉണ്ടായിരുന്നു അവിടെ. കാരണം പാപ്പം വീഴുന്നു, എന്റെ സാധനം എടുത്തോണ്ടിരിക്കുന്നു. ചെന്നൊരാൾ മറിഞ്ഞ് വീഴുക, ഒറിജിനലി വീഴുക, പാപ്പ ഒറിജിനൽ വീഴുക. ഇവരെല്ലാരും കൂടെ പാപ്പാന്ന് വിളിക്കുന്ന സാധനം എടുത്തേക്കുന്നത്. പക്ഷെ അത് തന്നെ എത്ര ടേക്ക്, എത്ര വീഴ്ച, അതിന്റെ തന്നെ പല ആംഗിളിൽ എടുക്കുക. എന്നെ കൊണ്ട് പറ്റുന്നത് അത് പിന്നെ സിനിമ നിങ്ങളിങ്ങനെ പറഞ്ഞിട്ട് പോയിട്ട് ഞാൻ എന്താ പറ്റിയ ചോദിക്കുമ്പോ അത് പിന്നെ പറഞ്ഞുതരാം. അങ്ങനെ സിനിമ പിന്നെ കാണാം. അപ്പം ചേട്ടാ, അപ്പം ഈ സ്ക്രിപ്റ്റ് ആദ്യം കേട്ട, അപ്പം ആട് 1ന്റെ സ്ക്രിപ്റ്റ് ആദ്യം കേട്ടല്ലോ. അപ്പം സ്ക്രിപ്റ്റ് കേൾക്കുന്ന സമയത്ത് ഒരു മിനിറ്റ് നമ്മള് സംസാരിച്ചുകൊണ്ട് നമുക്ക് അരിയാനുണ്ട്. നല്ല വൃത്തികെട്ട സ്വഭാവമാണ് കേട്ടോ. ഞാൻ സിനിമ നടന്നല്ല, എനിക്ക് റീടേക്ക് ഇല്ല. പക്ഷെ അത് ശരിയാ. ഫസ്റ്റിന്റെ സ്ക്രിപ്റ്റ് കേട്ട സമയത്ത് എങ്ങനെയായിരുന്നു ഫീൽ ചെയ്തത്? ബിക്കോസ് ഒരു കോമഡി ജോണറാണ്, പക്ഷെ എന്താ ഒരു വെൽ ഫ്ലെഷ്ഡ് ആയിട്ടുള്ള സ്റ്റോറി എന്ന് പറഞ്ഞാൽ അത് അവിടുന്ന് ഇവിടുന്ന് ഇങ്ങനെ ആയിട്ടുള്ള ഒരു സ്റ്റോറി ആയിട്ടാണ് വരുന്നത്. അപ്പൊ അതെങ്ങനെയാണ് ആദ്യം കേട്ട സമയത്ത്, പിന്നെ 3ന്റെ അകത്തേക്ക് ഇരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഒരു നമ്മുടെ ഒരു സാധാരണ നമ്മുടെ കൂട്ടുകാരന്മാരെ പടം ചെയ്യുമ്പോൾ എന്താ പറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ചോദ്യം പറിച്ചിട്ടുണ്ടാവും. ഇത്ര ദിവസത്തെ വർക്ക് ഉണ്ടാവും നമുക്ക്. ഇതാണ് പരിപാടി, തുടങ്ങും കേട്ടാ. പിന്നെ തീർച്ചയായും സ്ക്രിപ്റ്റ് ഞാൻ വായിക്കും, സ്ക്രിപ്റ്റ് എഴുതും. ഒന്നും പുറത്തേക്കൊന്നും വന്നിട്ടൊന്നുമില്ല. അത് വരുമല്ലോ, ഞാൻ അറിയിച്ചല്ലോ. ഇപ്പൊ ഏതെങ്കിലും ഒരു എഴുത്തിലാണോ? ഇല്ല, ഇപ്പൊ കുറെ പരിപാടികൾ ഉണ്ടായിരുന്നു 3 വർഷം. അതെല്ലാം അങ്ങ് മാറ്റി വെച്ചു. ഇനി പടം ചെയ്തില്ലെങ്കിൽ പിള്ളേരെ സ്കൂൾ മാറ്റേണ്ടി വരും. എന്തായാലും ഇപ്പൊ ആട് 3 ഒക്കെ കൂടി ഇറങ്ങുമ്പോഴത്തേക്ക് അങ്ങോട്ട് എന്തോ ഒരു എക്സ്പെക്ടേഷൻ ആണുള്ള ശരിക്കും അത് ഇറങ്ങുമ്പോ? എന്താണ് പറയാ, നമ്മള് കഥ ആട് 3യുടെ കാര്യം പറയുകയാണെങ്കിൽ കഥ കേട്ടപ്പോ ഉണ്ടായിരുന്ന ഇത് എന്താടാ എന്താ ചെയ്ത് അപ്പൊ ആടിന്റെ കഥ കേട്ടപ്പോ സ്ക്രിപ്റ്റ് വായിച്ചപ്പോ എന്താണോ അതിന്റെ ഒരു 100 ഇരട്ടി സ്ക്രീനിലേക്ക് അവൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതെന്തൊരു എക്സൈറ്റ്മെന്റ് ആയിരിക്കും അല്ലേ? അതൊരു ഭയങ്കര, അതിന്റെ വിഷ്വൽസ് ഓരോ തവണ കാണുമ്പോഴും അതിന്റെ ഗ്രോത്ത് വളർന്നു വരുന്നത് അത് ഭയങ്കര സുഖമാണ് കണ്ടുകൊണ്ടിരിക്കാൻ. അതെനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ എന്നെ കാണുന്നത്.
അപ്പൊ നമ്മുടെ ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ പഞ്ചസാര കുറച്ച് ഇടുന്നുള്ളൂ, ഒരുപാട് ഇടുന്നില്ല. കുറച്ച് പഞ്ചസാര. നമുക്കൊരു ഇറ്റാലിയൻ ടച്ച് കൊണ്ടുവരാൻ നമ്മൾ കുറച്ച് ഒറിഗാനോ ഇടുന്നുണ്ട്. ഓക്കെ, ഒറിഗാനോ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന ഇത് കുക്ക് ചെയ്തേക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷെഫ്ലയുടെ കുക്ക് വെയറിലാണ്, ട്രൈപ്ലൈ കുക്ക് വെയറിലാണ്. ഇതിൽ 3 ലെയേഴ്സ് ഉണ്ട്. നടുക്കത്തെ ലെയറാണ് അലൂമിനിയം വരുന്നത്. ഇതിന്റെ ഇടയ്ക്ക് ഇതാ ചീസ് എടുത്തോട്ടോ. നമ്മുടെ ചീസ് എവിടെ? ഓക്കെ, അപ്പോൾ ട്രൈപ്ലൈ കുക്ക് വെയർ ആണ്. അപ്പോൾ ഇതിന്റെ നടുക്കത്തെ ലെയറാണ് അലൂമിനിയം വരുന്നത്. അതുകൊണ്ട് തന്നെ ഈക്വൽ ആയിട്ട് ഹീറ്റ് എല്ലായിടത്തേക്കും പോകും. നമുക്ക് ഇൻഡക്ഷനും അവനിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇല്ല ബൗൾ എടുത്തു, അത് ഓഫ് ചെയ്തു. വെളിച്ചെണ്ണ ഒരു അടുപ്പിലെടുക്കുക. അടുപ്പിൽ നമുക്കൊരു കേരളീയൻ മണം വരുത്തും. വെളിച്ചെണ്ണയുടെ കാര്യം പറയുമ്പോൾ ഇത് എവിടേക്ക് ഒഴിച്ചത്? ഇങ്ങോട്ടേക്കാ? അപ്പൊ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന എണ്ണ എന്ന് പറയുന്നത് ഇവർ പ്ലേറ്റ് ചെയ്യട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിന്റെ വിശേഷം ഒന്ന് പറയാം. എണ്ണ എന്ന് പറയുന്നത് സൗപർണിക കോക്കനട്ട് ഓയിലാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ കർഷകരിൽ നിന്നിട്ട് തേങ്ങ എടുത്തതിന് ശേഷം സൾഫർ പോലത്തെ രാസവസ്തുക്കളൊന്നും ഉപയോഗിച്ചിട്ടില്ല. അതുപോലെ തന്നെ മോഡേൺ ആയിട്ടുള്ള ഡ്രയർ വെച്ചിട്ട് ഉപയോഗിച്ചിട്ട് കൊപ്രയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണയാണിത്. അപ്പം അതുകൊണ്ട് തന്നെ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ഓയിലാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ അടിയിൽ ചീസ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ ഉപ്പുമാവ് കവർ ചെയ്ത് വെച്ചു. അപ്പോൾ നമ്മളിത് നേരത്തെ ഫില്ല് ചെയ്ത് വെച്ചത് കമിഴ്ത്തി പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട്. അടുത്ത് നമ്മുടെ കുക്ക് വെയർ എടുത്തിട്ട് ഷെഫ്ലയുടെ തന്നെ കുക്ക് വെയർ ആണ്. അടുത്ത കുക്ക് വെയർ എടുത്ത് അതിലേക്കാണ് നമ്മൾ നമ്മുടെ ചീസി ഓംലെറ്റ് അല്ലേ, ചീസി ഓംലെറ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് നമ്മൾ ഒരാൾ എത്ര മുട്ട വെച്ചിട്ടാണ്? 2 മുട്ട ഇടാം. ഓക്കെ, 2 മുട്ട ഇട്ടിട്ടാണ് കേട്ടോ. 3 മുട്ട ഇടാം. ആളെ കളിക്കാം, കാര്യം പറയാം. നമ്മൾ എത്ര കളിയാക്കുക, നാക്ക് പിടിക്കാം. നമുക്ക് 2 മതിയെന്നാ. നമ്മളതിലേക്ക് കുറച്ച് ഷുഗർ, 3 eggs, പിന്നെ ഷുഗർ ഇട്ടിട്ടുണ്ട്. സോൾട്ട് ഇട്ടു, ഷുഗർ ഇട്ടു കേട്ടോ. കുറച്ച് സോൾട്ടും കുറച്ച് ഷുഗറും ഇട്ടു. കുറച്ചുകൂടെ സോൾട്ട് ഇട്ടു. പിന്നെ കുറച്ച് ഒറിഗാനോ ഇട്ടു. നന്നായിട്ട് ബീറ്റ് ചെയ്യാ. എന്തിനാണ് നമ്മൾ ക്യാരറ്റ് മാറ്റി വെച്ചെന്നുള്ളത് കുട്ടിക്ക് നമുക്ക് ക്യാരറ്റ് ഇല്ല. ഈ ക്യാരറ്റ് തന്നെ നമ്മൾ എടുക്കും. അടിച്ച് പതപ്പിച്ചു. ബീറ്റ് ദ എഗ് കേട്ടിട്ടുണ്ടോ? ബീറ്റ് ദി എഗ്. ബീറ്റ് ദ എഗ്. അടിക്കടോ ഇത് ഇങ്ങനെയല്ല മുട്ട അടിക്കേണ്ടത്. മുട്ട അടിച്ച് പതച്ച് പൊങ്ങി വരണം. എന്റെ അമ്മ കുറച്ച് സമയം എടുക്കുമല്ലോ. വാഴയിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വാഴയിലേക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ കണ്ടില്ല എന്ന് പറയുന്നത് വാഴയില. മുട്ട പതിപ്പിക്കുകയാണ്. ബീറ്റ് ദി എഗ് എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്താണ് ബീറ്റ് ദി എഗ്? അല്ല, അങ്ങനല്ലേ പറയുന്നത്? അതെ അതെ, അറിയാം. ഒരു പാട്ട് മുട്ട ഈ താളത്തില് നമ്മള് ഇവിടെ ഞാൻ സ്റ്റവ് ഓണാക്കാട്ടോ. ഓണാക്കിയോ? എന്നിട്ട് സിമ്മിലാക്കി ഇടുന്നുണ്ട്. സിമ്മിലേക്ക് വിട്ടോ? അതിന്റെ മുകളിലേക്ക് ഇനി നമ്മൾ ബട്ടർ ഇടാണ് ഞാൻ. സിമ്മിലേക്ക് വിടുകയാണ് കുട്ടി. ഇത് വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് ചൂടാക്കാം. ആ ബട്ടർ കൂടെ മലയാളിയുടെ സ്വഭാവം അനുസരിച്ച് പേസ്റ്റിന്റെ മൂഡ് പേപ്പറിനകത്തിരിക്കുന്ന അത് കളയത്തില്ല. പല ബാങ്കിലും പോയി കണ്ടിട്ടുണ്ടോ? അതിലേക്ക് മുട്ട ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആദ്യം വാഴയില വെച്ചു, പിന്നെ ബട്ടർ ആഡ് ചെയ്തു, എന്നിട്ട് അതിലേക്ക് നല്ലപോലെ ബീറ്റ് ചെയ്തേക്കുന്ന. അയ്യോ, മുട്ടയിൽ ഇങ്ങനെ ഉപ്പ് നോക്കണം. പ്ലീസ്, അതൊന്ന് ഉണങ്ങല്ല, സോറി, അതൊന്ന് കുക്കായതിനു ശേഷം ഞാൻ അതിങ്ങനെ നോക്കാൻ എനിക്കൊരു മടിച്ച. അതിങ്ങനെ കിടക്കുമ്പോ ഒരു വാഴയില എന്റെ ഇടയ്ക്കുണ്ടാവും. ഓംലെറ്റിന്റെ ഇടയ്ക്ക് ശുദ്ധമായ കേരളീയ വെളിച്ചെണ്ണ തിരിച്ചിട്ടോ? ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല. വെറുതെ ഇങ്ങനെ ആക്കിയിട്ട് 2 ആഡ് ചെയ്യട്ടെ. രണ്ടെണ്ണം ആഡ് ചെയ്ത് ഇതും കൂടെ വീണ്ടും അതിന്റെ മസാല ഒന്നുകൂടെ റോൾ ചെയ്യാം. ഷെഫേ, ഇത് ചിലപ്പോൾ എടുക്കേണ്ട വരും. അതെ, ഞങ്ങളുടെ ആ സ്പൂണിന് ഒരു ഡിഫക്റ്റ്. നോർമൽ മുട്ടയൊക്കെ ഞാൻ പൊരിക്കും. ഷെഫിന് ധൈര്യം ഉണ്ട് മറിച്ചിട്ട്. അറിയാം ഷെഫിന് ധൈര്യം ഉണ്ടോ? ഷെഫിന് ധൈര്യം ഉണ്ടെന്ന് നമുക്കറിയാം. ഷെഫിന് ധൈര്യം ഉണ്ട്. പണ്ടേ ധൈര്യമില്ല. ഈ നമ്മളെ പെട്ട്
നമ്മള് നമുക്ക് ഇങ്ങനെ ഫ്ലഫി, നമ്മുടെ ഫ്ലഫി ഇങ്ങനെ ഫ്ലഫി ഇങ്ങനെയാണ്. നിങ്ങൾ ഫ്ലഫി ആണെങ്കിൽ അങ്ങനെ ഇരിക്കട്ടെ. നമ്മള് ചീസ് ഓംലെറ്റ് സഹായിക്കൂല. അല്ല, നമ്മള് ആൾക്കാർക്ക് ഒരാളെങ്കിലും കറക്റ്റ് ആയിട്ടുള്ളത് കാണിച്ചു കൊടുക്കണ്ടേ? വേണ്ടേ? താങ്ക് യു ഫോർ ദ ഇൻഫർമേഷൻ. അതിന്റെ അകത്തേക്ക് ഇനി നമ്മളെ ഫ്ലഫി ഓംലെറ്റ് റെഡിയായി. ഓക്കെ, ചീസ് ഒരെണ്ണം കൂടെ റെഡി ആയിട്ടുണ്ട്. മോനെ ആ മുട്ട സെറ്റല്ലേ? അല്ലെങ്കിൽ നമ്മള് ഷെഫിന്റെ സ്റ്റൈൽ ഒരെണ്ണം ഉണ്ടോ? ഇതാണ്ടോ ഇതാണ്ടോ നോക്കിയോ, ഒന്നുകൂടെ നോക്കിയോ. കണ്ടില്ല പറയുന്നത് കാണണ്ടോ? എന്താണ്? ഇതാണ് ഒറിഗാനോ. ഒറിഗാനോ ആഡ് ചെയ്തു. അതെ, ആണോ ഇങ്ങനെ കണ്ടോ? സെറ്റല്ലേ? അപ്പോൾ നമ്മളിങ്ങനെ എടുക്കുന്നു. ചീസും ഈ ഓംലെറ്റ് ഇങ്ങനെ എടുക്കുക. കണ്ടോ? ചീസി ഓംലെറ്റ് കണ്ടോ? എടുക്കുക. ചൂട് കുഴപ്പമില്ല. എനിക്കാണോ? ഇത് ചൂടോട് കഴിക്കട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. മുട്ട ഓംലെറ്റും ആദ്യമായിട്ടോ ഞാൻ ഈ കോമ്പിനേഷൻ ട്രൈ ചെയ്തത്. ലൈക്ക് ആദ്യമായിട്ട് ജീവിതത്തിൽ. ചൂടോടെ വേണം കഴിക്കാൻ. ചീസ് ഓംലെറ്റ് അല്ലേ? അല്ലേ? നന്നായിട്ടുണ്ട്. എല്ലാവർക്കും ഇതൊന്ന് കഴിച്ചിട്ട് ഞാൻ പ്രതീക്ഷിച്ചു എടുക്കട്ടോ. ചീസൊക്കെ തപ്പിയെടുത്ത് ആക്ച്വലി ടേസ്റ്റ് ഉണ്ട്. അതെന്താ പറയാ, ഞാൻ ഇത് ആദ്യമായിട്ട് നമ്മളിങ്ങനെ കോമ്പിനേഷൻസ് ഉണ്ടല്ലോ ആദ്യം കഴിക്കാം. എന്റെ ഷെഫിനെ പറ്റി എന്ത് തെറ്റിതാണ്. കഴിഞ്ഞ എപ്പിസോഡിലെ നഷ്ടം ഇവിടെ നികത്തി. കഴിഞ്ഞ എപ്പിസോഡ് ചീസും കൂടെ ആഡ് ചെയ്ത് കട്ടയ്ക്കുണ്ട് കൂടെ. വിറയിലുണ്ട് പക്ഷെ കഴിക്കും. ഇത് നല്ലതാണോ ഇല്ലോ ചീസ് ഓംലെറ്റ് ആയിട്ട് വേണം കഴിക്കാം. ചീസ് എടുക്കുക. ഉപ്പുമാവും ചീസി ഓംലെറ്റും ട്രൈ ചെയ്യണം എന്തായാലും അല്ലേ? ആദ്യമായിട്ടാണ് ഞാൻ ഈ കോമ്പിനേഷൻ കഴിക്കുന്നത്. പക്ഷേ വീട്ടിലിങ്ങനെ നമ്മളെ ചെറിയ രീതിയിലുള്ള നാടൻ ഭക്ഷണങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. എന്താ ഒരു ചീസിന്റെ ചെലവേ ഉള്ളു. വെറുതെ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി നമ്മൾ കഴിച്ചോളൂ. ഓംലെറ്റും ചേർത്തൊക്കെ കഴിക്കും. അപ്പം എന്താ ചേട്ടാ പറയാനുള്ള? ചേട്ടന് ഉപ്പുമാവ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഉപ്പുമാവ് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ ഈ നിൽക്കുന്ന തീർന്നു, മൊത്തം തീർന്നു. നല്ല ഫ്ലഫി ഓംലെറ്റ് ഉപ്പുമാവായിരുന്നു. നല്ല സാധാരണ നമ്മൾ ഏതെങ്കിലും ഈ കുക്കറി ഷോ പരിപാടി പോയി കഴിഞ്ഞാൽ ആളുകൾ നമ്മുടെ ചോദിക്കും നിങ്ങളുടെ സാധനം പിന്നെ എന്താ ഇത്, അത് ശരിക്കും കഴിക്കാൻ കൊള്ളാവുന്ന സാധനമായിരുന്നു എന്ന് ചോദിക്കും. പക്ഷെ സത്യം കഴിക്കാൻ അടിപൊളിയായിരുന്നു. ഇവിടെ മൊത്തം തീർന്നു. പെട്ടെന്ന് ചൂടോടെ കഴിച്ചു. ചൂടോടെ ഇല്ലായിരുന്നെങ്കിൽ അതിന്റെ ഒരു ചൂടോടെ ഉപ്മാവ് ഓംലെറ്റ് ഇതെല്ലാം ചെറിയ ചൂട് വേണം. അപ്പൊ എന്തായാലും നമ്മുടെ ഡിലിഷ്യസ് ആയിട്ടുള്ള ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് നമുക്ക് കാണാനുണ്ടായിരുന്നു, ഭയങ്കര വിസിബിൾ ആയിരുന്നു ഇഷ്ടപ്പെട്ടത്. അപ്പം അത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വിസിബിൾ ആയിട്ട് എനിക്കൊരു ചെറിയ പീസ് കൂടെ തരും. അപ്പൊ ഇതിനു വേണ്ടി കഴിഞ്ഞ പ്രാവശ്യം ചായക്കട നടത്താൻ സമ്മാനങ്ങൾ കൊടുത്ത പോലെ ഈ പ്രാവശ്യം വീണ്ടും നമ്മൾ കുറച്ച് സമ്മാനങ്ങളുമായിട്ട് വന്നേക്കാണ്. അപ്പം കൈ നിറച്ച് മനസ്സ് നിറച്ചിട്ട് നമ്മൾ ഇവിടുന്ന് വിടുള്ളൂ. തേങ്ങ ചിരണ്ടേണ്ട വറക്കണ്ട. അപ്പൊ ഇനി വറുത്ത കറക്കൂട്ടുകൾക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ പയ്യന്നൂർ പെരുമ പുതുവാൾ ഫ്രൂട്ട്സ് ഫുഡ്സിന്റെ ഒരു ഗിഫ്റ്റ്. നെയ്യും എണ്ണയും വേർതിരിക്കാത്ത ARN ഫാം ലൈഫ് ഫ്രഷ് മിൽക്കിന്റെ ഫുഡ് പ്രോഡക്റ്റ് ആണ്. അപ്പൊ നമ്മൾ ഇന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച സൗവർണിക ഓയിലാണ്. അപ്പൊ അതിന്റെ ഒരു ഫുഡ് പ്രോഡക്റ്റ്. വൈവിധ്യമായ രുചിക്കൂട്ടുകളുമായിട്ട് ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസ് ആണ്. അപ്പൊ എന്നും എപ്പോഴും നമ്മുടെ കൂടെ തന്നെ. ഇന്ന് നമ്മൾ കുക്ക് ചെയ്യാൻ ഉപയോഗിച്ച ഷെഫ്ലെ ട്രൈപ്ലൈ കുക്ക് വെയർ ഉണ്ടായിരുന്നു. അപ്പം അതിന്റെ ഒരു ഗിഫ്റ്റ് ആണ്. സൗത്ത് ഇന്ത്യയിൽ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ടാപ്സ് ആൻഡ് ബാത്ത് വെയർസ് കമ്പനി ആയിട്ടുള്ള LGOന്റെ ഒരു ഗിഫ്റ്റ് ആണ്. കേരള നേച്ചേഴ്സ് പ്രീമിയം ബനാന ചിപ്സ് ബീനാന. അപ്പോൾ ഇത് ഡിഫറെന്റ് ഫ്ലേവേഴ്സ് ഒക്കെ ഉണ്ട്. സ്വീറ്റ്, ഹണി, പെരി പെരി. അപ്പോൾ അതൊക്കെ ഉണ്ട്. സ്കിന്നിന് യാതൊരു ദോഷവും വരാത്ത ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യാത്ത പ്രൊഡക്റ്റ് ആണ്. ഇപ്പോഴേ ഗ്ലോയിങ് അല്ലേ? എന്താണ് കേരളത്തിന്റെ തനത് രുചി, മനസ്സിനെന്നും സംതൃപ്തി. സംതൃപ്തിയുടെ സ്നാക്സ് ആണ് പയ്യോളി മിക്സ്ചർ. പ്രകൃതിയുടെ തനിമയോടെ നിങ്ങളുടെ ഓരോ ദിവസവും ധന്യമാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്പെഷ്യൽ ചായ പൗഡർ ആണ്
ജന്നാസിന്റെ ചായ ഉണ്ടാവും. അപ്പം ഇന്നത്തെ എപ്പിസോഡ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വേറൊരു ഡിഫറെന്റ് കോമ്പിനേഷൻ നമ്മൾ ട്രൈ ചെയ്ത് ഭയങ്കര ഡെലിഷ്യസ് ആയിരുന്നു. എല്ലാവരും കഴിച്ചു. ഇപ്പം നിങ്ങളാണെങ്കിലും ഇത് ട്രൈ ചെയ്യണം വീട്ടിൽ എന്തായാലും. ബിക്കോസ് നല്ല ടേസ്റ്റ് ആണ്, നല്ലൊരു കോമ്പിനേഷനും കൂടെയാണ്, പുതിയൊരു കോമ്പിനേഷനാണ്. ഞങ്ങൾക്ക് ഷെഫ് ഇത് പിന്നെ സ്ഥിരമാണല്ലോ, ഈ എപ്പിസോഡുകളിലെല്ലാം ഒരു വൈവിധ്യമായ കോമ്പിനേഷനുകളാണ്. അപ്പോൾ എന്തായാലും ഒരു പാട്ട് വേണം എനിക്ക്. 2 എപ്പിസോഡ് നമ്മളോട് ഉണ്ടായിരുന്ന ചേട്ടൻ്റെ അടുത്തുനിന്ന് നമ്മൾ ഒരു പാട്ടൊക്കെ കേട്ടിട്ട് 2 വരിപ്പാട്ട് സ്ഥിരം എല്ലായിടത്തും പോയി പാടാറുള്ള ഒരു പാട്ടിന് 2 വരി മതി. വേനൽ കിനാവിൻ്റെ ചെപ്പിൽ വീണുമയങ്ങുമെൻ മുത്തേ നിന്നെ തഴുകിത്തലോടാ നിർവൃതിയോടെ പുണരാ ജന്മാന്തരത്തിൻ പുണ്യം പോലെ ഏതോ ബന്ധം പോലെ മേലെ മേലെ മാനം മാനം നീളെ മഞ്ഞിൽ കൂടാരം അതിലാരോ ആരാരോ. ഓ അടിപൊളി അടിപൊളി, നല്ല ബ്യൂട്ടിഫുള്ളി സങ്. പൊളിച്ചല്ലേ മൊത്തത്തില്. താങ്ക് യു സോ മച്ച് ഭഗത്, ദാറ്റ് വാസ് എ വെരി നൈസ്. ഒരു മൂന്നാണ്. അപ്പോൾ 2 എപ്പിസോഡ് നമ്മളോട് ഉണ്ടായിരുന്നല്ലോ, എന്താണ് ഒരു ഭയങ്കര സന്തോഷം. കാരണം പുതിയ 2 രുചികൾ കിട്ടി. ജീവിതത്തിൽ എപ്പോഴും ഓരോ പുതിയ പുതിയ രുചികൾ ഇഷ്ടമുള്ള ഒരാളാണ്, ടേസ്റ്റ് ചെയ്യാനായിട്ടും അറിയാനായിട്ടും ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ പുതിയ തന്നതിന് ഒത്തിരി നന്ദി. ഇനിയും ഒത്തിരി അധികം ഡിഫറെന്റ് രുചിക്കൂട്ടുകളായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അടുത്ത ഞായറാഴ്ച പുതിയ എന്താണ് ഇനി കോമ്പിനേഷൻ ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ഇന്ന് തൊട്ട് ആലോചിക്കാൻ പോകുന്നത്. ട്രൈ ചെയ്യണം, ട്രൈ ചെയ്തിട്ട് നമ്മളോട് അറിയിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു ഡിഷ് എന്നുള്ളത്. അപ്പം അടുത്ത എപ്പിസോഡിൽ നമ്മൾ വീണ്ടും വരുന്നവര് സൈനിങ് ഓഫ് ഫ്രം നേഹ മാത്യു, ഷെഫ് നളൻ ആൻഡ് ഭഗത് ചേട്ടൻ. ബൈ.